ഒളിമ്പിക്സ് ഹോക്കിയിൽ സ്പെയിനെ തോൽപ്പിച്ച് ഇന്ത്യക്ക് വെങ്കലം. ഇന്ത്യയുടെ ജയം 1-2 ഗോളിന്. വെങ്കല നേട്ടത്തോടെ ഹോക്കി ഇതിഹാസം ശ്രീജേഷ് കളമൊഴിഞ്ഞു. വയനാട് മുണ്ടകയിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ സൈന്യത്തിലെ ഒരു വിഭാഗം ദൌത്യം പൂർത്തിയാക്കി മടങ്ങി. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കി. കൊടുങ്ങല്ലൂരിന്റെ തീരമേഖലയിൽ അവയവ കച്ചവട മാഫിയ പിടിമുറുക്കുന്നു. കഴിഞ്ഞ 7 മാസത്തിനുള്ളിൽ വൃക്കദാനം ചെയ്യാൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാക്ഷ്യപത്രത്തിന് അപേക്ഷ നൽകിയത് 7 പേർ. അധിക വരുമാനം വാഗ്ദാനം ചെയ്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 2 യുവാക്കളെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം വണ്ടൂർ സ്വദേശികളായ ഇർഷാദ്, ഷഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളിൽ നിന്ന് 60ഓളം ATM കാർഡുകൾ കണ്ടെടുത്തു. പുഴക്കിലിൽ മാനസിക ശാരീരിക വൈകല്യം നേരിടുന്നവർക്കായി ആരംഭിച്ച കെട്ടിടത്തിൽ ഹോട്ടൽ പ്രവർത്തിക്കുന്ന സംഭവത്തിൽ നടപടിയുമായി കളക്ടർ. അയ്യന്തോൾ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾക്കെതിരെ കേരള ഭൂവിനിയോഗ നിയമപ്രകാരം നടപടികൾ തുടരാൻ കളക്ടറുടെ ഉത്തരവ്. തൃശൂർ കുന്നംകുളം റോഡിൽ പൊടിശല്യം രൂക്ഷം. റോഡിലെ കുഴികളിൽ തള്ളിയ ക്വാറി വേസ്റ്റാണ് യാത്രക്കാർക്ക് ദുരിതമാകുന്നത്. ഏങ്ങണ്ടിയൂർ വിനായകന്റെ മരണത്തിൽ പോലീസിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താൻ തെളിവില്ലെന്ന് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി VA ഉല്ലാസാണ് റിപ്പോർട്ട് നൽകിയത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ സ്പെയിനെ തോൽപ്പിച്ച് ഇന്ത്യക്ക് വെങ്കലം. ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചു. സമൂഹമാധ്യമത്തിലൂടെയാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഗുസ്തിയിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായിരുന്ന വിനേഷ് ഫോഗട്ടിനെ ഫൈനലിന് മുൻപ് അയോഗ്യയാക്കിയ നടപടി ഇന്ത്യയ്ക്ക് കടുത്ത ആഘാതമായിരുന്നു. 50 കിലോ വിഭാഗത്തിൽ മത്സരിക്കുന്ന വിനേഷിന്റെ ശരീരഭാരം 100 ഗ്രാം കൂടുതലാണെന്ന് പറഞ്ഞാണ് മത്സരത്തിൽ നിന്ന് വിലക്കിയത്. വയനാട് മുണ്ടകയിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കഴിഞ്ഞ 10 ദിവസം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ സൈന്യത്തിലെ ഒരു വിഭാഗം ദൌത്യം പൂർത്തിയാക്കി മടങ്ങി. തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ 500ഓളം സേനാംഗങ്ങളാണ് കേരളത്തിലെ മുഴുവൻ ആദരവും ഏറ്റുവാങ്ങി മടങ്ങിയത്. ദുരന്തമുഖത്തോടിയെത്തി കൈമേയ് മറന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ സൈന്യത്തിന് സർക്കാരും ജില്ലാ ഭരണകൂടവും ചേർന്ന് യാത്രയയപ്പ് നൽകി. NDRF, SDRF, ഫയർഫോഴ്സ്, പോലീസ് സേനാംഗങ്ങളുടെ രക്ഷാദൌത്യം തുടരും. അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 403ആയി. ദുരന്ത പ്രദേശത്ത് നാശനഷ്ടം സംഭവിച്ച വസ്തുവകകളുടെ കണക്കെടുപ്പ് തുടങ്ങി. ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തബാധിത മേഖല സന്ദർശിക്കും. വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികളും ചാമ്പ്യൻസ് ബോട്ട് ലീഗും ഒഴിവാക്കിയതായി ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. രക്ഷാപ്രവർത്തനവും പുനരധിവാസത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. 100 കണക്കിന് പേർക്ക് ജീവൻ നഷ്ടമായി. ഈ സാഹചര്യത്തിലാണ് ആഘോഷങ്ങൾ ഒഴിവാക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. ഒരിടവേളയ്ക്ക് ശേഷം കൊടുങ്ങല്ലൂരിന്റെ തീരമേഖലയിൽ അവയവ കച്ചവട മാഫിയ പിടിമുറുക്കുന്നു. എറിയാട്, എടവിലങ്ങ്, ശ്രീനാരായണപുരം പഞ്ചായത്തുകളിലെ തീരദേശ വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം സംഘങ്ങൾ സജീവമായിട്ടുള്ളത്. കഴിഞ്ഞ 7 മാസത്തിനുള്ളിൽ ഒരു പഞ്ചായത്തിൽ മാത്രം 7 പേരാണ് വൃക്കദാനത്തിന് സന്നദ്ധരായത്. വൃക്കദാനം ചെയ്യുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാക്ഷ്യപത്രത്തിനായി 7 അപേക്ഷകൾ ലഭിച്ചതായി സൂചനയുണ്ട്. അപേക്ഷകരെല്ലാം നിർധന കുടുംബങ്ങളിലെ വിവാഹിതരായ 35നും 40നും മധ്യ പ്രായമുള്ളവരാണ്. 2020-ൽ അഴീക്കോട്, പുല്ലൂറ്റ്, എറിയാട് വില്ലേജുകൾ കേന്ദ്രീകരിച്ച് വൃക്ക കച്ചവടം നടന്നിരുന്നു. 25ഓളം പേരാണ് എറണാകുളം കേന്ദ്രീകരിച്ചുള്ള അവയവ വ്യാപാര മാഫിയയുമായി ബന്ധപ്പെട്ട് വൻതുകയ്ക്ക് വൃക്കദാനം ചെയ്തത്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന സുദർശന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചുവെങ്കിലും വൃക്കദാതാക്കളിൽ പലരും സ്ഥലം മാറി താമസിക്കുകയും മാഫിയ സംഘം പിൻവലിയുകയും ചെയ്തതോടെ അന്വേഷണം പാതിവഴിയിൽ നിലയ്ക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അധിക വരുമാനം വാഗ്ദാനം ചെയ്ത് 11.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 2 യുവാക്കളെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം വണ്ടൂർ സ്വദേശികളായ ഇർഷാദ്, ഷഫീഖ് എന്നിവരെയാണ് കൊരട്ടി SHO അമൃത് രംഗന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. മേലൂർ കൂവക്കാട്ട് സ്വദേശി ജെറിനിൽ നിന്നാണ് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തത്.
മൊബൈൽ ഫോൺ വഴി നൽകിയ ലിങ്കിൽ ജോയിൻ ചെയ്ത ജെറിന്റെ വിശ്വാസം ആർജിക്കുവാൻ പ്രതികൾ ചെറിയ ടാസ്കുകൾ നൽകുകയും ആദ്യഘട്ടത്തിൽ ലാഭത്തോടുകൂടി പണം തിരികെ അക്കൌണ്ടിലേക്ക് നൽകി ജെറിന്റെ വിശ്വാസം നേടിയെടുത്തു. തുടർന്ന് ടാസ്ക് ചെയ്യുന്നതിനായി കൂടുതൽ പണം ആവശ്യപ്പെടുകയും പ്രത്യേകം തയ്യാറാക്കിയ സ്ക്രീനിൽ ലാഭവിഹിതമടക്കമുള്ള തുക കാണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പലവട്ടമായി ജെറിൻ 11.5 ലക്ഷം രൂപ നിക്ഷേപിക്കുകയും ചെയ്തു. സ്ക്രീനിൽ ക്രെഡിറ്റായ 22 ലക്ഷം രൂപ പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെടുകയായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടത്. ഇതോടെ കൊരട്ടി പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. പ്രതികളിൽ നിന്ന് 60ഓളം ATM കാർഡുകൾ കണ്ടെടുത്തു. അന്വേഷണ സംഘത്തിൽ CPOമാരായ PK സജീഷ് കുമാർ, നിതീഷ് എന്നിവരും ഉണ്ടായിരുന്നു. പുഴയ്ക്കലിൽ മാനസിക ശാരീരിക വൈകല്യം നേരിടുന്നവർക്കായി ആരംഭിച്ച കെട്ടിടത്തിൽ ഹോട്ടൽ പ്രവർത്തിക്കുന്ന സംഭവത്തിൽ നടപടിയുമായി കളക്ടർ. അയ്യന്തോൾ ലയൺസ് ക്ലബ്ബ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കെട്ടിടത്തിലാണ് ആര്യാസ് ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. ശാരീരിക വൈകല്യമുള്ള കുട്ടികളുടെ പുനരധിവാസത്തിനായി $75,000 അന്താരാഷ്ട്ര സഹായം നേടിയാണ് പാടം നികത്തി കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ ഒരു ക്ഷേമപ്രവർത്തനവും ഇവിടെ നടന്നിട്ടില്ലെന്ന് സിവിൽ സൊസൈറ്റി അഗെയിൻസ്റ്റ് കറപ്ഷൻ ആൻഡ് ഇൻജസ്റ്റിസ് എന്ന സംഘടന പരാതിപ്പെട്ടു. സംഘടനയ്ക്ക് വേണ്ടി അയ്യന്തോൾ സ്വദേശി മണികണ്ഠനാണ് പരാതിപ്പെട്ടത്. സാമൂഹിക പ്രവർത്തനത്തിനായി നിർമ്മിച്ച കെട്ടിടം വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കാനാവില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ അടിയന്തരമായി അടച്ചുപൂട്ടണമെന്ന് നേരത്തെ ഉത്തരവുമുണ്ടായിരുന്നു. എന്നാൽ ഉത്തരവ് പാലിക്കപ്പെട്ടില്ല. നിയമവിരുദ്ധമായാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നതെന്ന് ഹൈക്കോടതിയും കണ്ടെത്തിയിരുന്നു. ഉത്തരവ് കർശനമായി പാലിക്കണമെന്നാണ് ഈ മാസം 2-ന് കളക്ടർ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നത്. അയ്യന്തോൾ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾക്കെതിരെ കേരള ഭൂവിനിയോഗ നിയമപ്രകാരം നടപടികൾ തുടരാനും കളക്ടറുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. TCV തൃശൂർ. കുഴികൾ അടയ്ക്കാൻ കൊണ്ടിട്ട കോൺക്രീറ്റ് മിശ്രിതം ഉണങ്ങിയിളകിയതോടെ കുന്നംകുളം കേച്ചേരി റോഡിൽ പൊടിശല്യം രൂക്ഷം. ബസ്സുകളിലും ഇരുചക്രവാഹനങ്ങളിൽ പോകുന്നവരുമാണ് രൂക്ഷമായ പൊടിശല്യം അനുഭവിക്കുന്നത്. മഴ നിന്നപ്പോൾ പൊടിശല്യം രൂക്ഷമായ തൃശൂർ കുന്നംകുളം റോഡിലെ തൂവാനൂരിൽ കോടമഞ്ഞിറങ്ങുന്ന കാഴ്ച പോലെയാണ് കോൺക്രീറ്റ് പൊടി പാറിക്കളിക്കുന്നത്. റോഡിലെ കുഴികൾ അടയ്ക്കാനെന്ന പേരിൽ കുഴികളിൽ തള്ളിയ ക്വാറി വേസ്റ്റ് വെയിലത്ത് പാറിപ്പറക്കുകയാണ്. കുഴികൾ കൊണ്ട് നിറഞ്ഞ റോഡിലെ യാത്ര ദുരിതമായി തുടരുകയാണ്. പൊടി ശ്വസിച്ച് പല യാത്രക്കാർക്കും ശ്വാസമുട്ട് അനുഭവിക്കുകയാണ്. മഴ മാറി നിന്ന സാഹചര്യത്തിൽ ടാറിംഗ് നടത്തി കുഴികൾ അടയ്ക്കാൻ ശ്രമിക്കാതെ പൊടി ശ്വസിച്ച് മരിക്കുവാനാണ് ചൂണ്ടൽ റോഡിലൂടെ സഞ്ചരിക്കുന്ന തങ്ങളുടെ വിധിയെന്ന് യാത്രക്കാർ പറയുന്നു. റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ സംസ്ഥാന സർക്കാർ 59 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ കുഴികളടച്ച് ടാറിംഗ് നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കുവാനാണ് പണം ഉപയോഗിക്കേണ്ടതെന്നും കുഴികളടയ്ക്കാൻ ക്വാറിപ്പൊടിയിട്ട് റോഡ് മുഴുവൻ പൊടി പാറിക്കുവാനല്ലെന്ന് അധികൃതരും കരാറുകാരനും തിരിച്ചറിയണമെന്നും നാട്ടുകാർ പറഞ്ഞു. TCV ന്യൂസ് കുന്നംകുളം. കുന്നംകുളം തൃശൂർ റോഡ് തകർച്ചയ്ക്കെതിരെ BJP ജില്ലാ നേതാക്കൾ വെള്ളിയാഴ്ച ചൂണ്ടൽ സെന്ററിൽ ഉപവാസം നടത്തും. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം BJP സംസ്ഥാന വക്താവ് ശ്രീ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് കുമാർ അറിയിച്ചു. ഏങ്ങണ്ടിയൂർ സ്വദേശി വിനായകന്റെ മരണത്തിൽ പോലീസിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താതെ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താൻ തെളിവില്ലെന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി VA ഉല്ലാസ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. 2017 ജൂലൈ 17-നാണ് വിനായകനെ പിടിച്ചുപറി കുറ്റം ആരോപിച്ച് പാവറട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിറ്റേന്ന് വീടിന് മുന്നിൽ വിനായകനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയത്. പോലീസുകാരായ സാജൻ ശ്രീജിത്ത് എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താനാവില്ലെന്നാണ് റിപ്പോർട്ട്. വിനായകനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചത് പിടിച്ചുപറി കേസിൽ കുറ്റസമ്മതമൊഴി നേടിയെടുക്കുന്നതിന് വേണ്ടിയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നത്. അത് ആത്മഹത്യാ പ്രേരണയാകില്ലെന്ന് കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കേസ് CBI അന്വേഷിക്കണമെന്ന് വിനായകന്റെ പിതാവ് ആവശ്യപ്പെട്ടു. ഓണപരീക്ഷയുടെ തീയതി പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ വകുപ്പ്. ഓണപരീക്ഷ സെപ്റ്റംബർ 3 മുതൽ 12 വരെ നടത്താനാണ് തീരുമാനം. 8ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് കിട്ടാത്തവർക്ക് ബ്രിഡ്ജ് കോഴ്സ് നടത്തുമെന്നും അറിയിപ്പിലുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇവർക്ക് വീണ്ടും പരീക്ഷ നടത്തുമെന്നാണ് അറിയിപ്പ്. ഇതിനൊപ്പം തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെയും സ്കൂൾ ഒളിമ്പിക്സിന്റെയും ശാസ്ത്രമേളയുടെയും തീയതിയും സ്ഥലവും വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവം ഡിസംബർ 3 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. സ്കൂൾ ഒളിമ്പിക്സ് നവംബർ 4 മുതൽ 11 വരെ എറണാകുളം ജില്ലയിലും ശാസ്ത്രമേള നവംബർ 14 മുതൽ 17 വരെ ആലപ്പുഴ ജില്ലയിലും നടക്കും. വടക്കാഞ്ചേരി നഗരസഭ 16-ാം ഡിവിഷനിലെ അകമല സെന്ററിലെ മണ്ണിടിച്ചൽ ഭീഷണിയുള്ള പ്രദേശത്തെ കുടുംബങ്ങളെ പങ്കെടുപ്പിച്ച് നഗരസഭ പ്രത്യേക യോഗം ചേർന്നു.
നിലവിലെ സ്ഥിതിഗതികളെ സംബന്ധിച്ച് ജിയോളജിസ്റ്റ് ജില്ലാ ഓഫീസർ ഡോക്ടർ മനോജ്, സോയിൽ ടെസ്റ്റ് ജില്ലാ ഓഫീസർ ബിന്ദു നായർ എന്നിവർ വിശദീകരിച്ചു. വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ റോഡിന്റെ ഇരുവശങ്ങളിലും ഡ്രെയിനേജ് നിർമ്മിക്കുന്നതിന് സർക്കാരിലേക്ക് പ്രത്യേക TPR തയ്യാറാക്കി നൽകും. മണ്ണിടിച്ചിലിനെ തുടർന്ന് വാസയോഗ്യമല്ലാതായ തെക്കേപ്പുറം വീട്ടിൽ സതീഷ്, കോമളം എന്നിവരുടെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ട നടപടിയെടുക്കുമെന്നും നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ യോഗത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കനത്ത മഴ ഉണ്ടാവുകയാണെങ്കിൽ അകമല നിവാസികൾ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന് ജിയോളജിസ്റ്റ് ഡോക്ടർ മനോജ് യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി. യോഗത്തിൽ ഹൈഡ്രോളജിസ്റ്റ് വിഭാഗം ഓഫീസർ ലീന, തഹസിൽദാർ അനുപമൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് കിഷോർ തുടങ്ങിയവർ സംസാരിച്ചു. ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി സ്ലൂയിസ് തുറന്ന് വെള്ളം കുറുമാലി പുഴയിലേക്ക് ഒഴുക്കി. വ്യാഴാഴ്ച വൈകിട്ട് 5 വരെ സ്ലൂയിസ് വാൽവ് തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കി. വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയും വാൽവ് തുറക്കും. സെക്കൻഡിൽ 6.36 ഘനമീറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. ഇതുമൂലം 10 മുതൽ 12 സെന്റിമീറ്റർ വരെ പുഴയിൽ വെള്ളം ഉയരാൻ സാധ്യതയുള്ളതിനാൽ കരുവന്നൂർ, കുറുമാലി പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി മലമ്പുഴ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. മുക്കേപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ഭാരതപ്പുഴ എന്നിവയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ലീഗ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി. എതിർ സ്ഥാനാർത്ഥി CPM സ്വതന്ത്രൻ KP മുഹമ്മദ് മുസ്തഫ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് CS സുധയുടെ ബെഞ്ച് തള്ളിയത്. സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ മണ്ഡലത്തിലെ 340 പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയില്ല എന്നും ഇവയിൽ 300ഓളം വോട്ടുകൾ തനിക്ക് ലഭിക്കേണ്ടതായിരുന്നു എന്നുമായിരുന്നു മുസ്തഫയുടെ വാദം. ബംഗാൾ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. തുടർച്ചയായി 11 വർഷം ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്നു. 2000 മുതൽ 2011 വരെ 3 തവണകളായാണ് മുഖ്യമന്ത്രിയായത്. ശ്വാസതടസ്സത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പത്മഭൂഷൺ നൽകിയെങ്കിലും അദ്ദേഹം അത് നിരസിച്ചത് ശ്രദ്ധ നേടിയിരുന്നു. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിലെ ആദ്യത്തെ ബോട്ട് ജെട്ടി നിർമ്മാണം കയ്പമംഗലത്ത് കനോലി കനാലിന്റെ തീരത്ത് ആരംഭിച്ചു. പെരിഞ്ഞനം, കയ്പമംഗലം പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കാക്കാത്തിരുത്തി പാലത്തിന് സമീപമാണ് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത്. കയ്പമംഗലം, പെരിഞ്ഞനം പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കനോലി കനാലിന്റെ പഴയ കടവിലാണ് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത്. മുൻകാലങ്ങളിൽ ഇവിടെയാണ് വഞ്ചി അടുത്തിരുന്നത്. കോട്ടപ്പുറം, കണ്ടശങ്കടവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ചരക്കുകൾ കൊണ്ടുവരുന്നതിനും കൊണ്ടുപോയിരുന്നതുമെല്ലാം ഈ കടവ് വഴിയാണ്. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിൽ തൃപ്രയാർ, ഏനാമാവ്, കയ്പമംഗലം എന്നിവിടങ്ങളിലായി 3 ബോട്ട് ജെട്ടികളാണ് നിർമ്മിക്കുന്നത്. 15 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള ബോട്ട് ജെട്ടിയാണ് നിർമ്മിക്കുന്നത്. ഇതിനോട് ചേർന്ന് 40 മീറ്റർ നീളത്തിൽ സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കുന്നുണ്ട്. 90 ലക്ഷം രൂപയാണ് പദ്ധതി തുക. ഇറിഗേഷൻ വകുപ്പിനാണ് നിർമ്മാണ ചുമതല. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ET ടൈസൺ MLA പറഞ്ഞു. 3 ബോട്ട് അടുക്കുന്ന കേന്ദ്രങ്ങൾ, ചരക്കെടുക്കുന്ന കേന്ദ്രങ്ങൾ നിർമ്മിക്കണമെന്നാണ് തീരുമാനിക്കപ്പെട്ടുള്ളത്. അതിൽ ആദ്യത്തെ കേന്ദ്രത്തിന്റെ പണിയാണ് ഇപ്പോൾ കയ്പമംഗലം, പെരിഞ്ഞനം പഞ്ചായത്തിന്റെ സംയുക്തമായി നടുവിലായി ഇപ്പോൾ ആരംഭിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 3 വീഡിയോ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നന്നായി നടക്കുക എന്നുള്ളതാണ്. ജില്ലയിൽ ആദ്യം നടക്കുന്ന പ്രവർത്തനമാണ്. കോൺട്രാക്ടർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വളരെ വേഗത്തിൽ അദ്ദേഹം ഇത് പൂർത്തീകരിക്കുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. കനോലി കനാലിലും നമ്മുടെ നാട്ടിലുള്ള വികസനത്തിനും ഒരു പുതിയ മാർഗമായി ഇത് മാറട്ടെ. TCV കയ്പമംഗലം. അകമലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ബുധനാഴ്ച രാത്രിയിലാണ് അകമല വനപ്രദേശത്തോട് ചേർന്നുള്ള വീടുകളുടെ പറമ്പിൽ ആന എത്തിയത്. പൂക്കുന്നത്ത് ബാബുവിന്റെ വീട്ടുവളപ്പിലെത്തിയ ആന വാഴകൾ നശിപ്പിച്ചു, തെങ്ങും മറിച്ചിട്ടു. മേഖലയിൽ സ്ഥിരമായി ആനശല്യം ഉണ്ടെന്ന് പരിസരവാസികൾ പറഞ്ഞു. പെരിഞ്ഞനത്ത് പെയിന്റിംഗ് തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു. ഇരിങ്ങാലക്കുട സ്വദേശി പുഴങ്കരയില്ലത്ത് അടിമക്കുഞ്ഞി മകൻ 46 വയസ്സുള്ള സുധീറാണ് മരിച്ചത്. പെരിഞ്ഞനം നെടുമ്പറമ്പിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ പെയിന്റിംഗ് ജോലിക്കിടെ പ്രഷർ പമ്പിൽ നിന്ന് ഷോക്ക് ഏൽക്കുകയായിരുന്നു. ഉടൻ തന്നെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിച്ചുവരുന്ന ബ്ലൂമിസ്റ്റി കൺസൾട്ടൻസി വഴി വിദേശ രാജ്യങ്ങളായ അയർലൻഡ്, പോർച്ചുഗൽ എന്നിവിടങ്ങളിലേക്കുള്ള തൊഴിൽ വിസ വാഗ്ദാനം നൽകി പണം തട്ടിയ പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് പിടികൂടി. അവട്ടത്തൂർ സ്വദേശി ചോളിപ്പറമ്പിൽ സിനോബാണ് അറസ്റ്റിലായത്. തട്ടിപ്പിന് ശേഷം പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ.ജി. സുരേഷിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പിടികൂടിയത്. SHO അനീഷ് കരീം, സബ് ഇൻസ്പെക്ടർമാരായ കെ. അജിത്ത്, CM ക്ലീറ്റസ്, ASI സുനിത, ഷീജ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദിനുലാൽ, ലൈജു തുടങ്ങിയവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ജില്ലാ റസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് തൃപ്രയാറിൽ നടന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ റസ്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് PN സുജിന്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബബിൽനാഥ്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. 400-ലധികം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. ജില്ലാ റസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ എരുമപ്പെട്ടി സ്വദേശി സാൻഡ്ര ഐറിന് സ്വർണം. അണ്ടർ 15-ൽ 42 കിലോയിലാണ് സുവർണ നേട്ടം കരസ്ഥമാക്കിയത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സാൻഡ്ര കുറ്റിക്കാട്ടിൽ റിനോൾഡ് തോമസ് ആതിര ദമ്പതികളുടെ മകളാണ്. അജി കടങ്ങോട്, ഫിർദൌസ് എന്നിവരാണ് പരിശീലകർ. സംസ്ഥാന കായികമേള ജൂഡോ മത്സരത്തിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. എളനാട്ടിൽ ഒന്നിലേറെ ഉരുൾപൊട്ടൽ ഉണ്ടായതോടെ ആശങ്കയിൽ പ്രദേശവാസികൾ. തിരുമണി കോളനി പ്രദേശത്തെ വാഴാട് തിരുമണി സാംസ്കാരിക നിലയം, എളനാട്ടിലെ മണ്ണാത്തിപ്പാറ എന്നിവയുടെ പരിസരങ്ങളിലാണ് ഉരുൾപൊട്ടലുകൾ ഉണ്ടായത്. പ്രദേശത്തെ 14 ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റുകയുണ്ടായി. മുൻ വർഷങ്ങളിലും ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകൾ മലയോര ഗ്രാമമായ എളനാട്ടിലുണ്ടായിട്ടുണ്ട്. തിരുമണി സാംസ്കാരിക നിലയത്തിന് പിൻവശത്തെ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മലവെള്ളപ്പാച്ചിലുണ്ടായപ്പോൾ തന്നെ മുൻകരുതലായി ആളുകൾ മാറി താമസിച്ചു. ഈ ഭാഗങ്ങളിൽ വലിയ പാറകൾ ഒഴുകിയെത്തിയെങ്കിലും വൻമരങ്ങളിൽ തടഞ്ഞു നിന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. മണ്ണാത്തിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്ത് രണ്ടാമത്തെ തവണയാണ് ഉരുൾപൊട്ടലുണ്ടാകുന്നത്. 2018-ലാണ് ആദ്യം ഉരുൾപൊട്ടിയത്. തുടർന്ന് സമീപത്തെ മുളങ്കാട് ചിറയിൽ കല്ലും മണ്ണും ചെളിയും അടിഞ്ഞ് ഭാഗികമായി നിറഞ്ഞു. കഴിഞ്ഞ ദിവസമുണ്ടായ ഉരുൾപൊട്ടലിൽ ഈ ചിറയുടെ മറുഭാഗവും നികന്നു. ചിറ ഉള്ളതുകൊണ്ട് താഴത്തെ ഭാഗത്തെ വീടുകൾ സുരക്ഷിതമായി. TCV ന്യൂസ്, ചേലക്കര. തൃശൂർ നഗരപരിധിയിൽ 2 ഇടങ്ങളിൽ നിന്നായി ബൈക്കിലെത്തിയ ആൾ സ്ത്രീകളുടെ മാല കവർന്നു. ഒല്ലൂർ സെന്റ് റാഫേൽ സ്കൂളിന് സമീപം ബൈക്കിലെത്തിയ ആൾ വീട്ടമ്മയുടെ 4 പവന്റെ മാല കവർന്നു. പിയാർപ്പടി സ്വദേശി കാഞ്ഞിരത്തിങ്കൽ ആൻഡ്രൂസ് ഭാര്യ റീനയുടെ മാലയാണ് കവർന്നത്. മകളെ സ്കൂളിലാക്കി വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിനിടെയാണ് മാല പൊട്ടിച്ചത്. പിടിവലിയിൽ താലി കയ്യിൽ കെട്ടി. പറവട്ടാനി മഹാത്മാനഗറിൽ വീട്ടുമുറ്റത്ത് കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കെ ബൈക്കിലെത്തിയ ആളാണ് വീട്ടമ്മയുടെ 2.25 പവന്റെ മാല പൊട്ടിച്ചത്. ആലപ്പാട്ട് ഇൻഫന്റിന്റെ ഭാര്യ റീനയുടെ മാലയാണ് മോഷ്ടാവ് പൊട്ടിച്ചത്. ഇരു സംഭവത്തിലും പോലീസ് കേസെടുത്തു. കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിൽ പെൺവാണിഭ കേന്ദ്രത്തിൽ റെയ്ഡ്. 4 സ്ത്രീകളും കേന്ദ്രം നടത്തിപ്പുകാരനും ഉൾപ്പെടെ 3 പുരുഷന്മാരും പിടിയിലായി. ചന്തപുരയിൽ AEO ഓഫീസ് പരിസരത്തുള്ള മൂൺ അപ്പാർട്ട്മെന്റിലാണ് റെയ്ഡ് നടന്നത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത്. സ്ത്രീകളെ സ്ഥിരമായി താമസിപ്പിച്ചാണ് വാണിഭ കേന്ദ്രം നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. അപ്പാർട്ട്മെന്റ് നടത്തിപ്പുകാരനായ ഇബ്രാഹിം, സന്ദർശകരായ സലീം, രഞ്ജിത്ത് എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സ്ത്രീകളെ താക്കീത് നൽകി വിട്ടയച്ചു. ഇരിങ്ങാലക്കുട കാരിക്കുളങ്ങരയിലെ ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നും 3 പവൻ വരുന്ന സ്വർണമാലയും ATM കാർഡ് മോഷ്ടിച്ച യുവതി പിടിയിൽ. പാലക്കാട് സ്വദേശി ചമ്പക്കുളം ശിവന്റെ ഭാര്യ സാമയെയാണ് SHO അനീഷ് കരീമിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. SIമാരായ കെ. അജിത്ത്, സൌമ്യ, ASIമാരായ ഷീജ, സുനിത, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സ്വപ്ന എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വെള്ളം കയറിയ പ്രദേശങ്ങളിലുള്ളവർ ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കണമെന്ന നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. മഴക്കെടുതിയിൽ വെള്ളം കയറിയ പ്രദേശത്തുള്ളവർക്കാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. വെള്ളം കയറിയ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും എലിപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി ഡോക്സിസൈക്ലിൻ കഴിക്കണം. ആരോഗ്യപ്രവർത്തകരുടെ നിർദ്ദേശമനുസരിച്ച് ആഴ്ചയിലൊരിക്കൽ 200 മില്ലിഗ്രാം ഗുളികയാണ് കഴിക്കേണ്ടത്. വെള്ളപ്പൊക്കവേളയിൽ എലി, പട്ടി, പൂച്ച, കന്നുകാലികൾ എന്നിവയുടെ മൂത്രത്തിലുള്ള എലിപ്പനി രോഗാണുവായ ലെപ്റ്റോസ്പൈറ മണ്ണിലും വെള്ളത്തിലും കലരാം. ഈ മണ്ണും വെള്ളവുമായി സമ്പർക്കമുണ്ടാകുന്നവർക്ക് രോഗമുണ്ടാവാൻ സാധ്യത ഏറെയാണ്. പനി, നടുവേദന, കൈകാലുകളിൽ വേദന, പേശിവേദന,
കണ്ണിൽ മഞ്ഞനിറം തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടായാൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദനസംഹാരികൾ കഴിക്കരുത്. സ്വയം ചികിത്സ പാടില്ലെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, 12 വയസ്സിൽ താഴെയുള്ളവർ എന്നിവർക്ക് പാർശ്വഫല സാധ്യതയുള്ളതിനാൽ ഡോക്സിസൈക്ലിൻ ഗുളികകൾ നൽകാറില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു. TCV തൃശൂർ. ചേംബർ ഓഫ് കൊമേഴ്സ് വുമൺ വിംഗിന്റെ നേതൃത്വത്തിൽ ശനി, ഞായർ ദിവസങ്ങളിൽ തൃശൂരിൽ സംഘടിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ ചേംബർ ഷോപ്പേഴ്സ് കാരവന്റെ വിളംബര റാലി തൃശൂർ നഗരത്തിൽ നടന്നു. പാലസ് റോഡിൽ നിന്ന് ആരംഭിച്ച സ്വരാജ് റൌണ്ട് ചുറ്റിയ വിളംബര റാലി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സജീവ് മഞ്ഞില ഫ്ളാഗ് ഓഫ് ചെയ്തു. വിദ്യാർത്ഥികളുടെ റോളർ സ്കേറ്റിംഗിന്റെ അകമ്പടിയിൽ വനിതാ വിംഗ് അംഗങ്ങൾ മോട്ടോർ വാഹനങ്ങളിലായി റാലിയിൽ അണിചേർന്നു. ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്ലാറ്റിനം ജൂബിലി അനുസ്മരിപ്പിച്ച് 75 ചിരാതുകൾ തെളിയിക്കുകയും വർണ്ണ ബലൂണുകൾ വാനിലേക്ക് ഉയർത്തുകയും ചെയ്തുകൊണ്ടായിരുന്നു വിളംബര റാലി സമാപിച്ചത്. ചേംബർ ഓഫ് കൊമേഴ്സ് വുമൺ വിംഗ് പ്രസിഡന്റ് സുജേത രാമചന്ദ്രൻ, സെക്രട്ടറി ജിസ്മി സുധീർ, ട്രഷറർ നിമിഷ സദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ വിഭാഗങ്ങളിലുള്ള 100ഓളം സ്റ്റാളുകളാണ് 2 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന മേളയിൽ ഒരുക്കുന്നത്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6350 രൂപ, പവന് 50,800 രൂപ. വെള്ളി ഗ്രാമിന് 86 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3092 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. നേട്ടത്തോടെ ഹോക്കി ഇതിഹാസം ശ്രീജേഷ് കളമൊഴി. വയനാട് മുണ്ടകയിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ സൈന്യത്തിലെ ഒരു വിഭാഗം ദൌത്യം പൂർത്തിയാക്കി മടങ്ങി. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കി. കൊടുങ്ങല്ലൂരിന്റെ തീരമേഖലയിൽ അവയവ കച്ചവട മാഫിയ പിടിമുറുക്കുന്നു. കഴിഞ്ഞ 7 മാസത്തിനുള്ളിൽ വൃക്ക ദാനം ചെയ്യാൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാക്ഷ്യപത്രത്തിന് അപേക്ഷ നൽകിയത് 7 പേർ. അധിക വരുമാനം വാഗ്ദാനം ചെയ്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 2 യുവാക്കളെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം വണ്ടൂർ സ്വദേശികളായ ഇർഷാദ്, ഷഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളിൽ നിന്ന് 60ഓളം ATM കാർഡുകൾ കണ്ടെടുത്തു. പുഴയ്ക്കലിൽ മാനസിക ശാരീരിക വൈകല്യം നേരിടുന്നവർക്കായി ആരംഭിച്ച കെട്ടിടത്തിൽ ഹോട്ടൽ പ്രവർത്തിക്കുന്ന സംഭവത്തിൽ നടപടിയുമായി കളക്ടർ. അയ്യന്തോൾ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾക്കെതിരെ കേരള ഭൂവിനിയോഗ നിയമപ്രകാരം നടപടികൾ തുടരാൻ കളക്ടറുടെ ഉത്തരവ്. തൃശൂർ കുന്നംകുളം റോഡിൽ പൊടിശല്യം രൂക്ഷം. റോഡിലെ കുഴികളിൽ തള്ളിയ ക്വാറി വേസ്റ്റാണ് യാത്രക്കാർക്ക് ദുരിതമാകുന്നത്. ഏങ്ങണ്ടിയൂർ വിനായകന്റെ മരണത്തിൽ പോലീസിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താൻ തെളിവില്ലെന്ന് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി VA ഉല്ലാസാണ് റിപ്പോർട്ട് നൽകിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.